പോകണം. ഡാൻ, ഈ എപ്പോൾ മഴ വന്നാലും എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യമായി ദുരിതം അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. നമുക്കറിയാം, അവർക്ക് മുന്നറിയിപ്പുകൾ ഉണ്ടാകും, കടലിൽ പോകരുത് എന്നുണ്ടാകും, കടലാക്രമണം ഉണ്ടാകും, വീടുകൾ തകർന്ന പശ്ചാത്തലമുണ്ടാകും. ഇത്തവണ നമ്മുടെ തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ അവസ്ഥ എന്താണ്? സിറ്റിയിലേക്ക് വരാം. അതിനു മുൻപ് രഞ്ജിത്ത്, ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖല നേരിടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ വൈകിട്ടാണ് ഈ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് സാധ്യതകളുള്ളതിനാൽ ശക്തമായ തിരമാല കാഴ്ച വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം തന്നെയായിരുന്നു നൽകിയത്. അത് ശരിവെക്കുന്ന തരത്തിൽ രാവിലെ മുതൽ തന്നെ കനത്ത മഴയാണ് തീരമേഖലകളിൽ. അതോടൊപ്പം തന്നെ അതിശക്തമായ തിരമാലകൾ അടിച്ച് കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഈ തീരമേഖലയിൽ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അതിശക്തമായ തിരമാലകളാണ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശവാസികൾ വലിയ തരത്തിലുള്ള ആശങ്കയിലാണ്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നുവെങ്കിലും തീരമേഖലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരമൊരു പ്രതിസന്ധി ഉടലെടുത്തത് ഇന്നലെ രാത്രി ാണ്. ഒരുപക്ഷെ മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ മഴ പെയ്തിരുന്ന സമയങ്ങളിൽ ഈ തീരമേഖലയിലേക്ക്, പ്രത്യേകിച്ച് ശംഖുമുഖത്ത് റോഡ് ഒരു സാഹചര്യം, അതേ സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് തന്നെയാണ് ഈ തീരമേഖലയിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. വലിയതുറ, ശംഖുമുഖം, ചെറിയതുറ, 5 മേഖലകളിലെല്ലാം ഈ പ്രതിസന്ധി അതുപോലെ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഈ തീരമേഖലയിൽ തുടങ്ങിയ മഴ ശക്തമായി ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയുമാണ്. രഞ്ജിത്ത്, തീരമേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ചേർത്ത് വായിക്കണം. വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ കേന്ദ്രം എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡാനൊപ്പം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ പറയണ്ടല്ലോ. ഇന്നലെ രാത്രി ആരംഭിച്ച ശക്തമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. ഇന്നലെ പകല് ഒരല്പം ശമനം മഴയ്ക്ക് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഇന്നലെ രാത്രി വീണ്ടും മഴ പെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന ആക്കുളത്തായാലൊക്കെ ശക്തമായ മഴ രാത്രി മുതലുണ്ട്, ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിലും സമാനമായ സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ടോ? വെള്ളക്കെട്ടിൽ അതിശക്തമായ മഴ നഗരമേഖലയിൽ ഇന്നലെ രാത്രി ഇടവിട്ട് മാത്രമാണ് പെയ്യുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വഴുതക്കാട്, വെള്ളയമ്പലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള കുഴികൾ എടുത്തിട്ടിട്ടുണ്ട്. ആ കുഴികളിലേക്ക് അതിശക്തമായി ഒരു മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ ഈ കുഴികളിലേക്ക് ഈ ഉറവകളിൽ നിന്നും ഡാന തുടരുക. അല്പസമയത്തിനകം ഡാനിലേക്ക് വരാം. നമുക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്. നമുക്കറിയാം, നഗരത്തിൽ വെള്ളം കയറുന്ന പശ്ചാത്തലം എപ്പോഴുമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ബൈപ്പാസ് റോഡുകളാണ്. വെള്ളത്തിൽ കൂടി ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകുന്ന യാത്രക്കാരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ മഴ തലസ്ഥാനത്തടക്കം തകർത്ത് പെയ്യുകയാണ്. നമുക്ക് ശരണ്യ